ൾക്ക് കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള കഴിവുണ്ടാകും. എന്നാൽ ചില ആളുകൾക്കോ അത് വളരെ സ്ലോയില് ആയിരിക്കും അവർ ചെയ്യുന്നത്. ഈ സ്ലോയില് ചെയ്യുന്ന വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് കാര്യങ്ങളൊക്കെ വേഗത്തിൽ ആ വ്യക്തിയെ പോലെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. എന്നാൽ ഈ സ്പീഡിൽ ചെയ്യുന്ന വ്യക്തി ചിന്തിക്കുന്നത് എന്താ, എനിക്ക് ഈ സ്ലോയില് ചെയ്യുന്ന വ്യക്തിയെ പോലെയുള്ള ഒരു പേഷ്യൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. പൊതുവെ മനുഷ്യൻ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. ഈ കമ്പയർ ചെയ്യുമ്പോൾ സത്യത്തിൽ നമുക്ക് ടെൻഷൻ വരിക ചെയ്യുക. കാരണം അദ്ദേഹത്തെ പോലെ എനിക്ക് ആവാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാവരെയും യുണീക്കായിട്ടാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്, കഴിവുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറവുകളുണ്ട്. ഇത് രണ്ടും തിരിച്ചറിഞ്ഞ് നമ്മളുടെ സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മളെ കൂടുതൽ ഡെവലപ്പ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് വരും. നമ്മളുടെ ക്വാളിറ്റി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു നല്ലൊരു മൈൻഡ്, നല്ലൊരു സമാധാനം നമുക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കഴിവുകൾ കാണുമ്പോൾ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിക്കുള്ള കഴിവാണത്. എനിക്ക് എൻ്റേതായിട്ടുള്ള കഴിവുണ്ട്, എൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സമാധാനപ്പെടാനും സാധിക്കുകയുള്ളൂ. ശരി.